ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സാമ്പാർ റെസിപ്പിയാണ്. സിമ്പിളുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. നമ്മുടെ സാമ്പാർ ടേസ്റ്റി ആക്കാനായിട്ട് ടിപ്സും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. എന്ന് നമുക്ക് ഈ സാമ്പാർ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരക്കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഇന്ന് വെജിറ്റബിൾസ് ഉണ്ടായാലേ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നുമില്ല. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പോൾ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടണം. സാമ്പാർ പരിപ്പ് കാണാനേ പാടില്ല, നല്ല പോലെ തന്നെ വെന്ത് അലിഞ്ഞ് കിട്ടണം. ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. ഞാൻ പരിപ്പ് ഇവിടെ വേവാനായിട്ടിട്ട് പിന്നെ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് വഴുതന എടുത്തിട്ടുണ്ട്, അതുപോലെ പൊട്ടറ്റോ, ചേന, പച്ചക്കായ എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്ത്, അതുപോലെ തക്കാളി, ഉള്ളി, പച്ചമുളക്, കോവക്ക, പിന്നെ നമ്മുടെ ക്യാരറ്റും. തക്കാളി ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി സാമ്പാറിലിടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. സാമ്പാറിലൊരു പുളി ടേസ്റ്റ് വരുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഞാനിവിടെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല പോലെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇടാം. ഞാനിപ്പോൾ വെണ്ടയ്ക്കയും അതുപോലെ മുരിങ്ങയും ഇടുന്നില്ല. നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ചിടണമെങ്കിൽ ഇടാം. അത് കൂടുതൽ വെന്താൽ നമുക്ക് തിന്നാനായിട്ട് കിട്ടില്ല. നല്ലപോലെ വെന്താൽ ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ വേവല്ലല്ലോ വെണ്ടയ്ക്കും അതുപോലെ നമ്മുടെ മുരിങ്ങയ്ക്കും ഉള്ളത്. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, ഞാൻ പക്ഷേ ഇടുന്നില്ല. അത് രണ്ടും അവിടെ മാറ്റി വെച്ച് ബാക്കി മുറിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു ഹാഫ് വേവാകുമ്പോൾ ഓഫാക്കും. വിസിൽ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ്, ഹാഫ് വേവായി ശേഷമാണ് ഞാൻ മുരിങ്ങയും വെണ്ടയും ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് ടോപ്പ് അടിച്ചാൽ കറക്റ്റ് പെർഫെക്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് വേവിച്ചു കൊടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇത് ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് സാമ്പാർ ഉണ്ടാക്കുന്ന ആളൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ടോപ്പ് ഇട്ട് കൊടുക്കാം. വേറൊരു പൊടിയും നമ്മൾ ഇടുന്നില്ല ഇതിൽ. പിന്നെ ഫസ്റ്റ് പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ട ഉപ്പും ആ മഞ്ഞൾപ്പൊടിയും അല്ലാതെ. അപ്പോൾ നമുക്ക് ടോപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി വെള്ളമാക്കിയെടുക്കുകയാണ് വേണ്ടത് സാമ്പാറിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ഹാൻഡ് ഫുള്ള് പുളി എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്കിനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി എടുക്കാം. അപ്പോൾ അതവിടെ കുതിർത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ള ഞാൻ എടുത്തു വെച്ച് ഈ 2 വെജിറ്റബിളും അതിലേക്ക് ഇടാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുത്തു, നമ്മുടെ മുരിങ്ങയും വെണ്ടയും ഇട്ടുകൊടുത്തു. അതും വെന്തെടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യേണ്ടത് ഇത് ഒന്ന് താളിച്ചൊഴിക്കുകയാണ്. അതിന് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. വെളിച്ചെണ്ണ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 3 വറ്റൽമുളക് എടുത്ത് മൂപ്പിച്ചെടുക്കുക. അതും കൂടി റെഡിയായി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് നല്ലപോലെ
ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് നമ്മുടെ കറി പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഫ്ലെയിം കുറച്ച് വെക്കാൻ. ഇതും കൂടെ റെഡിയായപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് ഒഴിച്ച് പാത്രത്തിൽ കുറച്ച് പൊടി ബാലൻസ് ഉള്ളതുകൊണ്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് ഒന്ന് പൊടിയൊക്കെ അതിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഓപ്ഷനിലാണ്, പക്ഷേ ഇതും കൂടി ചെയ്താൽ നമ്മുടെ സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആവും. ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇതൊരു ടേസ്റ്റി ടിപ്പാണ് നമ്മുടെ സാമ്പാറിൽ. അതുപോലെ തന്നെ ഒരു ടിപ്പാണ് നമ്മുടെ സാമ്പാർ പരിപ്പ് വേവിക്കുമ്പോൾ നല്ല പോലെ വേവിക്കുന്നില്ലേ, അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്താൽ സൂപ്പറാണ്. ഇന്നത്തെ ഈ സാമ്പാർ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.